അപ്പം നമ്മുടെ ഒരു ഡയഗ്രാമിൽ നമ്മൾ ഗിയറിൻ്റെ ഒരു ഡയഗ്രാം കാണുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിലാണ് നമ്മളിപ്പോൾ ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്തത്. ഇനി നമ്മൾ കാറിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിൽ ചെയ്യണം. ഒരു വാഹനത്തിൻ്റെ ഗിയർ ലിവർ ന്യൂട്രലുള്ള ഗിയറാണെന്ന് എങ്ങനെ അറിയും? മുകളിലുള്ള ഗിയർ ഏതാണ്? താഴെയുള്ള ഗിയർ തേർഡ് ഗിയർ ഇടും. ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ. അപ്പം നമുക്ക് ഉറപ്പായി ന്യൂട്രലാണ്. ഫസ്റ്റ് ഗിയർ എങ്ങനെ ഇടും? വെരി ഗുഡ്. ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് മുൻപിലോട്ട്, അല്ലേ? കറക്റ്റ്. അപ്പോൾ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് പിടിച്ചാൽ ഇവിടെ രണ്ട് ഗിയറുണ്ട്, ഫസ്റ്റും സെക്കൻഡും. ഫസ്റ്റ് സെക്കൻഡ് ഇടത്തോട്ട് തള്ളി തന്നെ പിടിക്കണം. ചില കുട്ടികൾ അങ്ങനെ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഗിയർ ഇടാൻ നേരത്ത് കൈ ലൂസായിക്കളെ, അപ്പോഴത്തേക്ക് റോങ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് ഗിയർ ന്യൂട്രൽ, അകത്തോട്ട് പിടിച്ച് സെക്കൻഡ് ഗിയർ ഓക്കെ, ശകലം അകത്തോട്ട് പിടിച്ചിട്ട് ഒന്ന് മുമ്പിലോട്ട്. വെരി ഗുഡ്. തേർഡ് ന്യൂട്രൽ, ഫോർത്ത് ന്യൂട്രൽ, ഫസ്റ്റ് ന്യൂട്രൽ, സെക്കൻഡ് ന്യൂട്രൽ, തേർഡ് ന്യൂട്രൽ, ഫോർത്ത് ന്യൂട്രൽ, റിവേഴ്സ്. വെരി ഗുഡ്. പിടിയിടുക. അപ്പോൾ ഇതാണ് നമ്മൾ വാഹനത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളിപ്പോൾ കാറിലിപ്പോൾ കയറി ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് 14 കാര്യങ്ങൾ നമ്മൾ കാണാൻ പഠിക്കും. ഈ 14 കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മളൊരു വണ്ടി ഓടിക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് നമ്മൾ വണ്ടിയുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു, അത് കഴിഞ്ഞിട്ട് സൈഡ് മിറർ കണ്ട, വലതുവശത്തെ മിറർ, അതുപോലെ തന്നെ സെൻറ്റർ മിറർ, അതുപോലെ ലെഫ്റ്റ് സൈഡ് മിറർ, ഈ മിററെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബ്രേക്ക്, ക്ലച്ച്, അങ്ങനെ 14 കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 14 കാര്യങ്ങളെല്ലാം കാർ ഓടിക്കുന്നതായി നമ്മൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഒരു കുട്ടി സൂപ്പർ ലെവലിലോട്ട് വരും. കാരണം ചില കുട്ടികൾ വണ്ടി ഓടിക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ അയാൾ കുറേ സമയം ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക്, ക്ലച്ച്, ഈവൻ ഹാൻഡ് ബ്രേക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഹാൻഡ് ബ്രേക്ക് പിടിക്കാൻ മറന്നു പോകുന്നെങ്കിൽ അയാൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്യൂ, റിട്ടേൺ ഹാൻഡ് ബ്രേക്ക് പിടിക്കൂ, വെരി ഗുഡ്, റിട്ടേൺ ചെയ്യൂ. ഉണ്ട്. അപ്പോൾ ഒരാളിന് എന്താണോ പ്രശ്നം അതെല്ലാം ചെയ്യാനുള്ള എക്സസൈസുകളെല്ലാം നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കുട്ടികളാണോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്കെല്ലാം ഡ്രൈവിങ്ങിൻ്റെ ടോപ്പ് ലെവലിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമേ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ കഴിയുള്ളൂ. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളെ അതുപോലെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് പഠിക്കുന്ന ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ കുട്ടികളുടെ ഉത്തരവാദിത്വം. അപ്പോൾ അവർക്ക് ക്ലാസ്സുകൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ അത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് മികച്ച ക്ലാസ്സുകൾ കിട്ടിയിട്ടും നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തപ്പോഴത്തേക്കാണ് ഡ്രൈവിങ്ങിൻ്റെ നിലവാരം കുറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിവുകൾ പകർന്നു കൊടുക്കാനേ പറ്റില്ല. കിട്ടിയ അറിവുകളെ നമ്മൾ വേഗതയിൽ ഫാസ്റ്റിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഓരോ കുട്ടികളുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു കാറിൻ്റെ എഞ്ചിനാണ്, ഉണ്ട്. ഒരു കാറിൻ്റെ എഞ്ചിൻ നമുക്ക് കാണാൻ പറ്റില്ല. ആ എഞ്ചിൻ ഞാൻ കംപ്ലീറ്റ് അത് കാസ്റ്റ് അയൺ ബോഡിക്കകത്താണ് അതിനകത്തുള്ള പാർട്സുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോഴും തന്നെ നമ്മൾ ആ എഞ്ചിനകത്ത് കണ്ട പാർട്സുകളാണ്. ആ ചുവപ്പ് സംഭവം ക്രാങ്ക്, മഞ്ഞ പിസ്റ്റൻ, അതിനെ ഉയർത്തുകയും താഴ്ത്തുന്ന കണക്റ്റിംഗ് റോഡ്, അത് കഴിഞ്ഞ് വാൽവുകൾ ഇവിടെ ഉയരുകയും താഴുകയും ചെയ്യും. കണ്ട ക്യാം ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ കുട്ടികൾ ഒരു എഞ്ചിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. കണ്ട ഇവിടെ ആ മഞ്ഞ കളറിലെ പിസ്റ്റനാണ്. അപ്പോൾ പിസ്റ്റനുകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നു. ആ പിസ്റ്റനുകളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റാണ്. ആ ചുവപ്പ് കളർ അടിച്ചിരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റാണ്. ക്രാങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റിംഗ് റോഡാണ് പിസ്റ്റനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പിസ്റ്റനുകൾ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ടൈമിംഗ് ബെൽറ്റ് വഴി ഒരു ടൈമിംഗ് ബെൽറ്റ് വഴി ക്യാം ഷാഫ്റ്റ് കറങ്ങും. ക്യാം ഷാഫ്റ്റ് കറങ്ങുമ്പോൾ വാൽവുകൾ ഉയരുകയും താഴുകയും ചെയ്യുകയാണ്. അപ്പോൾ വാൽവുകൾ ഇൻലെറ്റ് വാൽവ്, ഔട്ട്ലെറ്റ് വാൽവുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫയറിംഗ് നടക്കുന്ന സമയത്താണ് സ്പാർക്ക് പ്ലഗ്സുകൾ വഴി ഇതിനകത്ത് നമ്മൾ കറണ്ട് എത്തിക്കുന്നത്. അപ്പോഴാണ് ഫയറിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു എഞ്ചിൻ്റെ നിൽക്കാതെയുള്ള പ്രവർത്തനം നമുക്ക് ചുരുക്കം പറഞ്ഞാൽ ഒരു കണ്ണാടി എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എഞ്ചിനെ നമുക്ക് ഈ MGN മോട്ടോ ഡ്രൈവിംഗ് സ്കൂളിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു ഓപ്പൺ ബോഡി എഞ്ചിൻ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വിദഗ്ധനായ ഒരു വെൽഡർ മിസ്റ്റർ ഷാജിയുടെ സഹായത്താൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു എഞ്ചിനാണ്. ഇതെല്ലാം കുട്ടികൾ കാണുന്നതിന് വേണ്ടിയാണ്. അതിൽ ബാക്കിൽ കാണുന്ന ആ ഹെവി വെയിറ്റുള്ള സാധനമാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ കറക്കം ഫ്ലൈ വീലിൽ കിട്ടുമ്പോഴത്തേക്കാണ് ഒരു കാറ് നിൽക്കാതെ പോകുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ വിശദമായ ക്ലാസ്സുകൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലെക്ചർ ക്ലാസ്സുകളിലൂടെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.